എന്ത് കഴിച്ചാലും ബാത്റൂമിൽ പോകുന്ന ആളുകളുണ്ട്. അത് IBS ഡിസോർഡർ എന്ന് പറയും, IBD, അതായത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയും. അല്ലെങ്കിൽ അവരുടെ ചീത്തയായിട്ടുള്ള ചിട്ടയില്ലാത്ത ജീവിതം, ഒരു ലൂസ് ടൂൾസ് അവർക്ക് പെട്ടെന്ന് പിടിച്ചേക്കാൻ പറ്റില്ല, അവർ വേഗം തന്നെ ടോയ്ലറ്റിലേക്ക് ഓടും. പല ചതികളിലും വഞ്ചനയിലും പെട്ടവർക്കൊക്കെ എന്ത് കഴിച്ചാലും അവർക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ദാറ്റ് ഈസ് ആക്ച്വലി ബിക്കോസ് ഓഫ് എ സ്ട്രെസ് ക്രിയേറ്റഡ്. സ്ട്രെസ് കൊണ്ട് നിങ്ങൾക്കുണ്ടായ വയറിൻ്റെ പ്രശ്നമാണോ, അതേ വയറിൻ്റെ പ്രശ്നം കൊണ്ട് നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടായതാണോ? ഇപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോയില്ലെങ്കിൽ മെൻ്റലി അമ്മ ഇപ്പോൾ പുറത്ത് പോകാൻ തുടങ്ങി, സിനിമ കാണാൻ തുടങ്ങി, അവരുടെ ലൈഫിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവന്നതിൻ്റെ സന്തോഷം ഈ ഡോക്ടർ ആരാണെന്ന് കാണാൻ വേണ്ടിയിട്ട് ആ കുട്ടികൾ എന്നെ കാണാൻ വന്നിരുന്നു. അപ്പോൾ നിങ്ങൾ വളരെ ലൈറ്റായിട്ടുള്ളൊരു കഞ്ഞി പോലെയോ, ഇപ്പോൾ കർക്കിടകം ആയതുകൊണ്ട് തന്നെ വല്ല ഞവര കഞ്ഞിയോ അല്ലെങ്കിൽ വളരെ ലൈറ്റായിട്ടുള്ള ഒരു പൊടിയരി കഞ്ഞിയോ ഓട്സോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് കിടന്നു നോക്കൂ. അടിപൊളിയായിട്ടുള്ള ഉറക്കമായിരിക്കും, നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന, ഇപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ലോസ്, ഇപ്പോൾ രാഹുലിന് വെയിറ്റ് ലോസിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതേസമയം രാഹുലിന് ഒരു വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ഒരാൾ, രാഹുൽ ജസ്റ്റ് നന്നായിട്ട് നിറയെ വെജിറ്റബിൾസ്, ലെറ്റ്യൂസിൻ്റെ ഇല, ടൊമാറ്റോ, ക്യുക്കുംബർ, കുറച്ച് വൈറ്റ് ഒനിയൻസ്, ക്യാരറ്റ്സ്, ഇതെല്ലാം നന്നായിട്ട് ഇത് ചെയ്ത് കുറച്ചൊരു ഒലീവ് ഓയിലും അതുപോലെ തന്നെ കുറച്ച് പെപ്പറും നാരങ്ങയും എല്ലാം കൂടെ കൂടി ഒരു ഇത്തിരി ഹണിയും കൂടെ കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു ബോൾ ഓഫ് വെജിറ്റബിൾ സാലഡ് മാത്രം കഴിച്ചിട്ട് കിടക്കുക. അപ്പോൾ ഒരു 8 മണിയാകുമ്പോഴത്തേക്കും, പിന്നെ ഒരു 9 മണിയൊക്കെ ഒരു ചെറിയൊരു നല്ലൊരു ചൂടുവെള്ളത്തിൽ ഒരു കുളിയും പാസ്സാക്കി കിടന്നുറങ്ങി വെക്കുക. ഇത്രയും മനോഹരമായ ഒരു ദിവസം നിങ്ങൾക്ക് വേറെ ഉണ്ടാവില്ല. അപ്പം അതുപോലെ നമ്മൾ നമ്മുടെ ബോഡിയെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ ബോഡി നിങ്ങളെ കറപ്റ്റഡ് ആവാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ പിറ്റേ ദിവസം ആരോ ഇവിടെ ഇരിക്കുന്ന ആൾ നിങ്ങൾക്കൊരു പഴവോളി തന്നു, അപ്പോൾ പറയാൻ വേണ്ടടാ, കാരണം ഇന്നലെ ഞാൻ നല്ല സുഖമായിരുന്നു എനിക്ക് എന്നറിയാതെ നിങ്ങളുടെ ബോഡി നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നുള്ളതാണ് അതിൻ്റെ സത്യം എന്ന് പറയുന്നത്. പക്ഷേ ഇത് പറഞ്ഞു വന്ന സമയത്ത് ചായ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ സമയത്താണ് എനിക്ക് മൈഗ്രെയിൻ ഉള്ളൊരു വിഷയമുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തലവേദനയായിരിക്കും. അതിൽ ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട് ചായ. അപ്പോൾ അന്നത്തെ ദിവസം തുടങ്ങുമ്പോൾ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് തലവേദനയായിരിക്കും. അപ്പോൾ വൈകുന്നേരത്തെ ചായ കുടിച്ചില്ലെങ്കിൽ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചെറിയൊരു തലവേദന വരും. ഇതും ഈ ഗട്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണോ? നല്ല ബന്ധമുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നേരത്തെ എന്നോട് ചോദിച്ച ചില സെലിബ്രിറ്റീസ് പറഞ്ഞ കാര്യം, അവരൊക്കെ ചായ വളരെ മസ്റ്റായിട്ട് പറഞ്ഞ ആൾക്കാരാണ്. ഇപ്പോൾ അവർ ചായ കുടിക്കാറേ ഇല്ല എന്നുള്ളതാണ്. അതൊക്കെ നമ്മളുടെ ഒരു ജസ്റ്റ് ഒരു തോട്ടാണ്. അത് ചായ കുടിച്ചാൽ എൻ്റെ തലവേദന മാറും എന്ന് തോന്നുന്ന ഒരു തോന്നലാണ്. അതിന് പതുക്കെ അത് മാറ്റാൻ പറ്റും. പക്ഷെ ഞാൻ നിർത്താൻ നോക്കിയിട്ടുണ്ട്. നിർത്താൻ നോക്കുമ്പോഴല്ല ഈ ഒരു വിഷയം വയറിനെ ആദ്യം കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ രാഹുൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സെക്ടർ ഓഫ് ആൾക്കാർ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ഗട്ടിനെ ക്ലെൻസ് ചെയ്യുന്ന രീതിയിലുള്ള നല്ല രാവിലെ നല്ല പഴകഞ്ഞി അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക്. നിങ്ങൾക്ക് ചില സമയത്ത് നല്ല രീതിയിലുള്ള ബാഡ് ബാക്ടീരിയൽ ഗ്രോത്ത് നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ഡീവേം ചെയ്യുക. കാരണം പല സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങൾ ആഹാരം കഴിക്കണം. ഇടയ്ക്കൊന്ന് ഒരു 6 മാസത്തിലൊന്ന് ഡീവേമിങ് ചെയ്യുക. അതേപോലെ തന്നെ നല്ല പ്രോബയോട്ടിക് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ എച്ച് പൈലോറി ബാക്ടീരിയയുടെ ഒരു ബ്ലഡ് ടെസ്റ്റ് ഒന്ന്, എച്ച് പൈലോറി IgG IgM പാസ്റ്റിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടോ, പ്രസൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടോ, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വൈറ്റമിൻ ഡി ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിലുണ്ടോ? നമുക്ക് മറ്റേ എന്താ പറയുക, നട്ടപ്പുറ വെയിലത്ത് പോയിട്ട് കരിഞ്ഞു നിന്നിട്ട് കാര്യമില്ല. ഒത്തിരി പേര്, ഒരു മുതിർന്ന ഒരു കുറച്ച് കാറ്റഗറി ഓഫ് ആൾക്കാർ എൻ്റെ അടുത്ത് പറയും, എൻ്റെ പൊന്നു മോളെ, ഈ പണ്ടൊക്കെ വൈറ്റമിൻ ഡി ഒന്നും പറഞ്ഞുകൊണ്ടിരുന്നില്ലല്ലോ, ഇപ്പോഴല്ലേ ഇതൊക്കെ വന്നേ എന്ന് പറയും. അപ്പം ഞാൻ പറയാം, പണ്ട് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പുറത്തിറങ്ങി നന്നായിട്ട് നടന്ന് നല്ലപോലെ വേർത്തൊഴുകി ആണ് വീട്ടിൽ വന്നുകൊണ്ടിരുന്നത്. ഇന്ന് ഈ പറഞ്ഞ സെയിം കാറ്റഗറി ഓഫ് ആൾക്കാർ AC കാറിലാണ് പോയിട്ട് തിരിച്ചു വരുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ നാച്ചുറലായിട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുള്ളൂ. അപ്പം നമുക്ക് ഈ വൈറ്റമിൻ ഡി അത് വേണം. വൈറ്റമിൻ ഡിയും മഗ്നീഷ്യമാണ് നമ്മളുടെ വയറിൻ്റെ ഒരു ഫുഡ് വാൽവ് ഉണ്ട്, അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതും റിലാക്സ് ചെയ്യിപ്പിക്കുന്ന 2 വൈറ്റമിനും മിനറലുമാണ് വൈറ്റമിൻ ഡിയും മഗ്നീഷ്യം. ഈ 2 സാധനത്തിൻ്റെ അളവ് നിങ്ങളുടെ ശരീരത്തിൽ ക്രമാതീതമായിട്ടും താഴ്ന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ട് ആ വാൽവ് ലൂസാവും. അത് നമ്മുടെ ആസിഡിനെ ട്രിഗർ ചെയ്യും. അപ്പം ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, അതേപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ഫംഗസോ ബാഡ് ബാക്ടീരിയയോ പാരസൈറ്റോ നിങ്ങളുടെ ശരീരത്തിൽ കൂടുതലുണ്ടെങ്കിൽ IgE എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡിൽ ഇത് കൂടിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഒരു മാർക്കറാണ്. അതിൽ നിന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി നമ്മൾ ഒരു കറക്റ്റായിട്ടുള്ള എക്സ്പേർട്ട് ഗൈഡൻസിൽ നമ്മളൊരു ഡയറ്റ് സെറ്റ് ചെയ്ത് നമ്മളുടെ ഫുഡിലുള്ള ക്രമീകരണം വരുത്തി കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ പേഷ്യൻസൊക്കെ 1 മാസം നമ്മളൊരു ചാർട്ട് കൊടുക്കുമ്പോൾ, എൻ്റെ ദൈവമേ 1 മാസം ഞാനിത് പാലിക്കണം. അപ്പം ഞാൻ പറയും, അതിനകത്ത് നോൺ വെജിറ്റേറിയൻ ഇല്ലേ? ഉണ്ട്.
അപ്പോൾ ഇതൊരു മെനക്കേടാവുമല്ലോ ഡോക്ടറെ, കാരണം ഇത് ഞാൻ ഓഫീസിൽ പോകണമാണ്. അങ്ങനെ ഒരു 2 ദിവസം അവർ നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഇതൊരു പ്രശ്നമില്ല കേട്ടോ, ഇപ്പം എൻ്റെ ഫുൾ ഫാമിലി ഈ ഡയറ്റിലാണെന്ന് പറയും. അവരുടെ കസിൻസ് അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും ഈ ഡയറ്റിലേക്ക് മാറാറുണ്ട്. അപ്പോൾ പിന്നെ അവർ പറയും എനിക്കിപ്പോൾ ആരെങ്കിലും എനിക്കൊരു വായിൽ കൊണ്ടുവന്ന് തന്നാൽ പോലും എനിക്കത് കഴിക്കണം എന്ന് തോന്നണില്ല എന്ന് പറയും. ഇതാണ് രാഹുലിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ. അതായത് അവരുടെ വായിൽ കൊണ്ടുവച്ചാലും അവർക്ക് അതിനകത്തേക്കുള്ള ത്വര തോന്നുന്നില്ല, കാരണം അവരുടെ ബോഡി ഓൾറെഡി ഹീൽഡായി. അപ്പം മറ്റതൊക്കെ ഫേക്ക് സാധനങ്ങളാണ്. അതായത് നിങ്ങളുടെ തോന്നലുകളും അതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ ചെയ്യുന്ന പല കാര്യങ്ങളും. ബോഡി ഓൾറെഡി ഹീൽഡ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞു. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും? ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ മന്തി, ബിരിയാണി, അപ്പോൾ പൊറോട്ട, ബീഫ്, അപ്പോൾ അങ്ങനെയുള്ള കുറേ ആഹാരങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ആഹാരങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും? ഞാൻ പറയണേ എല്ലാ ആഹാരങ്ങളും കഴിച്ചോളൂ, സ്ഥിരമായിട്ട് കഴിക്കാതിരിക്കുക. നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എൻ്റെ കുട്ടികളെയും പറഞ്ഞ് മനസ്സിലാക്കുന്നത് 5 ദിവസം നന്നായിട്ട് വീട്ടിലെ ഭക്ഷണം തന്നെ കഴിക്കുക. 6ാമത്തെ 7ാമത്തെ ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കുറച്ച് അങ്ങനെ കഴിച്ചില്ലെങ്കിലും ചില സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയെ ഓവർ ക്ലീൻ ആക്കിയാലും പുറത്ത് നാളെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ അതൊരു ഫുഡ് പോയ്സണിങ് പോലെയും വരും. അപ്പോൾ അതുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പാകത്തിന് ഇത് ചെയ്യുക. എല്ലാ ദിവസവും നിങ്ങളിപ്പോൾ ഒരു ഹോട്ടലിൽ നിന്ന് എല്ലാ ദിവസവും കുഴിമന്തി കഴിക്കുകയാണെന്ന് ചോദിച്ചു, എല്ലാ ദിവസവും ബിരിയാണി കഴിക്കുകയാണെന്ന് ചോദിച്ചു, നിങ്ങൾക്ക് 1 മാസം 2 മാസം ഇത് പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗട്ട് പ്രോബ്ലംസ് വന്നു തുടങ്ങും. അതേസമയം നിങ്ങളൊരു കുടുംബശ്രീയോ അല്ലെങ്കിൽ നല്ലൊരു ചേച്ചി ഉണ്ടാക്കി തരുന്ന ഒരു മെസ്സിൽ നിന്ന് ഒരു 5 ദിവസം 6 ദിവസം അവരുടെ ഇലപ്പൊതി മേടിച്ച് കഴിക്കുകയാണ്, ഒരു 2 ദിവസം ബിരിയാണിയോ അത് കഴിച്ചു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രശ്നം വരില്ല. അങ്ങനെ നിങ്ങൾ തന്നെ, നിങ്ങളിപ്പോൾ പുറത്താണെങ്കിലും അകത്താണെങ്കിലും നമ്മൾ തന്നെ ഇത് ചെയ്യും. ഞാനിപ്പോൾ കോഴിക്കോടും തൃശ്ശൂരും ഒക്കെ കൺസൾട്ടേഷന് പോകുന്നില്ലേ, ഞാനിപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചിട്ടയായിട്ട് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പം ഞാൻ ആ കടയിൽ ചെന്നിട്ട് അവിടെയുള്ള ബെറ്റർ ഓപ്ഷൻസ് ഏതാണെന്ന് നോക്കും. വല്ലപ്പോഴും ഒരു ബിരിയാണി കഴിച്ചു എന്ന് വെച്ചാൽ ഒന്നും പൊട്ടിത്തെറിക്കാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് സ്ഥിരമാക്കാതിരിക്കുക. ഇപ്പം ചായ ആണെങ്കിലും സ്ഥിരമാക്കുക. ഇപ്പോൾ എനിക്ക് ചില സമയത്ത് ചില ചായക്കടകളിലൊക്കെ പോകുമ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പോകുമ്പോൾ ഞങ്ങൾ ചായക്കടയിൽ ആ ചായ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, ആ ഒരു മഴയത്ത് ഒരു ചായ കുടിക്കാനുള്ള ഒരു കൊതി കൊണ്ട് നമ്മൾ കുടിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ മാക്സിമം ഞാൻ പാലൊഴിച്ച ചായ ഒഴിവാക്കും. കാരണം പാലുകൾ ഏതൊക്കെ തരത്തിലുള്ളതെന്ന് നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് മാക്സിമം ഞാൻ കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ ആണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാറ്. ഈ പാൽ ഉപേക്ഷിക്കും എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ ചില ആളുകൾക്ക് ഈ ഗ്ലൂട്ടൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഗ്ലൂട്ടൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, ബ്രെഡ് അല്ലെങ്കിൽ ചപ്പാത്തി, ഇങ്ങനെയുള്ള ആഹാരങ്ങൾ അല്ലെങ്കിൽ ചില ആഹാരങ്ങൾ കഴിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അത് ശരിക്കും പറഞ്ഞാൽ ഡൈജസ്റ്റീവ് എൻസൈമുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഒന്നില്ലെങ്കിൽ അവരുടെ വയറിൻ്റെ pH മാറിക്കിടക്കുകയാണ്. അതായത് അവരുടെ എന്താ പറയുക ഒരു വീര്യം എന്ന് പറയും. ഇപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡിന് ഒരു വീര്യമുണ്ട്. അപ്പോൾ അത് 1ന്റെയും 2ന്റെയും നടുക്ക് നിൽക്കുന്ന പുലിക്കും സിംഹത്തിനും മനുഷ്യനും ഒരേ വീര്യമാണ്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ പച്ചമാംസം നമുക്ക് കഴിച്ചാൽ ദഹിക്കണം എന്നാണ് അക്കോർഡിംഗ് ടു ദ ലോ വെച്ച്. പക്ഷെ ഇപ്പം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടും, കാരണം നമുക്ക് ആർക്കും തന്നെ അത്ര വീര്യം ഇല്ല. പിന്നെ ഒരു 3നും 4ലേക്കും പോയി കഴിയുമ്പോൾ നമ്മുടെ pH ആൽക്കലൈൻ ആയിക്കൊണ്ടിരിക്കും. അതിൻ്റെ അർത്ഥം നമുക്ക് ഒരു കുഞ്ഞുവാവയ്ക്ക് കൊടുക്കാവുന്ന കുറുക്കും കാര്യങ്ങളിലേക്ക് നമ്മൾ മാറും. അതുകൊണ്ടാണ് ചില ആൾക്കാർ പറയുന്നത് എനിക്ക് ഈ കടല കഴിക്കുമ്പോഴും ചെറുപയർ കഴിക്കുമ്പോഴും അല്ലെങ്കിൽ ബ്രെഡ് കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര ഗ്യാസും ബ്ലോട്ടിങ്ങാന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ pH മാറിക്കിടക്കുന്നത്. അവർ ആസിഡിക് ആയിരിക്കണം നമ്മുടെ വയറ്. അത് ആൽക്കലൈനിലേക്ക് മാറിക്കഴിയുമ്പോൾ അവർക്ക് ബ്ലോട്ടിങ്ങും ഗ്യാസും വരും. ഏതെങ്കിലും ആഹാരത്തിന് അലർജി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? മനസ്സിലായില്ല. ഇപ്പോൾ ഇതൊരു അലർജിക് ഇഷ്യൂ ആയിട്ടല്ലേ നമ്മൾ പലപ്പോഴും കാണാറുള്ളത്? അലർജിക് ഇഷ്യൂ അല്ല ഞാൻ പറഞ്ഞു വന്നത്. അല്ല, അലർജിക് ഇഷ്യൂ അല്ല. ഇപ്പോൾ ഈ ബ്ലോട്ടിംഗ് ആണെങ്കിലും ഉണ്ടാകുന്നു. ഇപ്പോൾ കടല കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കുമ്പോൾ വയറിന്റെ ആസിഡിന്റെ വീര്യം അത് മാറുന്നത് കൊണ്ടാണ് ബ്ലോട്ടിങ്ങും ഗ്യാസും വരുന്നത്. ഈ pH മാറാനുള്ള കാരണമായിട്ട് വരുന്ന എച്ച് പൈലോറി പോലത്തെ ബാക്ടീരിയാസ് നമ്മളുടെ ശരീരത്തിൽ കീഴടക്കുമ്പോൾ, അല്ലെങ്കിൽ ഫംഗസിൻ്റെ അണുബാധ നമ്മളുടെ വയറിൽ വരുമ്പോൾ, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് അത് വരാം. അല്ലെങ്കിൽ അവരുടെ ചീത്തയായിട്ടുള്ള ചിട്ടയില്ലാത്ത ജീവിതം, അവരുടെ ഉറക്കം ശരിയല്ല, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ആഹാരം ശരിയല്ലെങ്കിലൊക്കെ ഈ pH മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് പാല് ദഹിക്കില്ല. അപ്പോൾ അവർക്ക് പല രീതിയിലുള്ള ഇൻടോളറൻസ് വരാൻ തുടങ്ങും. അതായത് നമ്മളുടെ ദഹനരസം പുറപ്പെടുവിക്കുന്ന സംഭവങ്ങൾ, ഫോർ എക്സാമ്പിൾ ഒരു സാമ്പാറിൽ ഒത്തിരി സാധനങ്ങളുണ്ട്. ആ സാമ്പാറിലുള്ള ടൊമാറ്റോ മാത്രമായിരിക്കും ചിലപ്പോൾ ഇവർക്ക് പറ്റാത്തത്. അപ്പോൾ പക്ഷേ ആ ചോറും സാമ്പാറും കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് ലൂസ് മോഷൻ പോലെ
ടോയ്ലറ്റിലേക്ക് അവർ ഓടാറുണ്ട്. ചിലപ്പോൾ അതെന്ന് വെച്ചാൽ ആ ടൊമാറ്റോയിലുള്ള പർട്ടിക്കുലർ ഇൻഗ്രീഡിയൻറ്റ് ദഹിപ്പിക്കാനുള്ള ദഹനരസം അവിടെ ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഒരു ലൂസ് ടൂൾസ് അവർക്ക് പെട്ടെന്ന് പിടിച്ചേക്കാൻ പറ്റില്ല, അവർ വേഗം തന്നെ ടോയ്ലറ്റിലേക്ക് ഓടും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ചില ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ പറയും നിങ്ങൾക്ക് എന്തോ സ്ട്രെസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സിനെ ട്രീറ്റ് ചെയ്യും. പക്ഷെ അത് സ്ട്രെസ് അല്ല, അത് ആ ദഹനരസം അവിടെ ആബ്സെൻ്റ് ആയതുകൊണ്ട്. അപ്പം ഡൈജസ്റ്റീവ് എൻസൈംസ് ആണ് അവിടെ ഇല്ലാതെ വരുന്നത്. അപ്പോൾ അവരതിനകത്ത് ഇൻടോളറൻറ്റ് എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള എഗെയിൻ അതിന് നമുക്ക് നല്ല ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നമുക്കതിൻ്റെ ഗട്ട് റീസെറ്റ് ചെയ്ത് അതിൻ്റേതായിട്ടുള്ള ദഹനരസങ്ങൾ നമ്മളവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും. ഇത് തന്നെയാണോ ഇപ്പോൾ എന്ത് കഴിച്ചാലും ബാത്റൂമിൽ പോകുന്ന ആളുകളുണ്ട്? അത് IBS ഡിസോർഡർ എന്ന് പറയും, IBD, അതായത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയും. അതായത് നിങ്ങളുടെ വീട്ടിൽ ഒരു മരണം നടന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു വലിയൊരു കടബാധ്യത വന്നു, പല ചതികളിലും വഞ്ചനയിലും പെട്ടവർക്കൊക്കെ എന്ത് കഴിച്ചാലും അവർക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ദാറ്റ് ഈസ് ആക്ച്വലി ബിക്കോസ് ഓഫ് എ സ്ട്രെസ് ക്രിയേറ്റഡ്. അപ്പോൾ അത് സ്ട്രെസ്സ് കഴിഞ്ഞിട്ട് രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. അതായത് സ്ട്രെസ്സ് കൊണ്ട് നിങ്ങൾക്കുണ്ടായ വയറിൻ്റെ പ്രശ്നമാണോ, അതേ വയറിൻ്റെ പ്രശ്നം കൊണ്ട് നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടായതാണോ? ഇത് രണ്ടും നമ്മൾ കോറിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇതിൻ്റെ മൂലകാരണം എന്നുള്ളത് പിടികിട്ടും. ഇപ്പം എൻ്റെ അടുത്തേക്ക് വരുന്ന 90% ആൾക്കാർക്കും വയറിലെ പ്രശ്നം കൊണ്ടാണ് അവർക്ക് സ്ട്രെസ് ഉണ്ടായത്. അങ്ങനെ ഇതിനകത്ത് മറ്റൊരു കാര്യം, ഇപ്പോൾ എൻ്റെ തന്നെ സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ എനിക്കും ചില സമയങ്ങളിൽ വിഷയമാണ്, ഇപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോയില്ലെങ്കിൽ മെൻ്റലി പോയി കഴിഞ്ഞാൽ ഓക്കെയാണ്, ഇല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു ഇത് വരുമോ എന്നുള്ളൊരു ചിന്ത വരും. അപ്പോൾ അത് യഥാർത്ഥത്തിൽ വയറിൻ്റെ പ്രശ്നമാണോ അതോ ഇത്തരത്തിലുള്ള? അത് ഇമോഷണലി ഉള്ള ഒരു ഇതാണ്. അതായത് നമുക്കൊരു യാത്രയ്ക്ക് മുമ്പ് വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അതൊരു സ്ട്രെസ് ഫാക്ടർ തന്നെയാണ്. അതായത് അത് ആ ആൾക്കാരുടെ ഒരു മെൻ്റലി അവർ അത്ര ഒരു ഹാപ്പി ആയിരിക്കില്ല ആ സിറ്റുവേഷൻസിലൊക്കെ. ഒരു സ്ട്രെസ്ഫുൾ ആണ് പൊതുവേ ജീവിതത്തിൽ. അവർ റിലാക്സ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ ആ ഒരു കാര്യം എന്താണെന്നും കൂടി ഇരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഇൻ്റർവ്യൂ ഇത് ചെയ്യുകയാണെങ്കിൽ അവർ ചിലപ്പോൾ 2 or 3 പ്രാവശ്യം ടോയ്ലറ്റ്, അത് നാച്ചുറൽ ഇതാണ്. അതൊരിക്കലും ഒരു സിക്കായിട്ട് നമ്മൾക്ക് കണക്കാക്കേണ്ട ഒരു സാധാരണ സ്ട്രെസ്. പക്ഷേ ഇത് ജീവിതത്തിന്റെ ഭാഗമായി മാറുമ്പോൾ അതൊരു വിഷയമല്ല. ജീവിതത്തിന്റെ ഭാഗമായ ഒത്തിരി പേര് നമ്മുടെ ഇവിടെ വരുന്നുണ്ട്. കാരണം അവര് യാത്ര ചെയ്തിട്ട് 1 വർഷമായ സ്ത്രീയൊക്കെ ഉണ്ട്. അവരിവിടെ വന്നതിന് ശേഷം ഞാൻ അവരോട് പറയുന്ന ചില സമയത്ത് ഒരു ഡോക്ടറിന്റെ വാക്കുകളാണ് ഒരാളെ ഹീൽ ചെയ്യുന്നത്. പലപ്പോഴും ഞാൻ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദയവ് ചെയ്ത് എല്ലാ ഡോക്ടേഴ്സും മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന് പറയുന്നത്, ഒന്നാമത് അവരുടെ പ്രശ്നത്തിനെ വലുതാക്കി കാണിക്കരുത്. അവർ വരുമ്പോൾ നമുക്കിത് ശരിയാക്കാം എന്നൊന്നൊരു വാക്ക് പറയുമ്പോൾ തന്നെ 50% അവരുടെ പ്രശ്നം മാറി. നിങ്ങളുടെ ഇതൊരു ഭയാനകമായ ഒരു പ്രശ്നമാണ്, ഇത് 1 വർഷം 2 വർഷം മരുന്ന് കഴിച്ചാലേ മാറുള്ളൂ എന്ന് പറയുമ്പോൾ വീണ്ടും എന്തായി, ഇവരപ്പം തന്നെ ഇവർക്ക് പാനിക് അറ്റാക്ക് വരും. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എല്ലാ കാര്യത്തിനും നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാം. സമാധാനമായിട്ട് ഇരിക്കൂ എന്നുള്ളൊരു വാക്ക് ആദ്യമേ പറഞ്ഞാൽ അപ്പം തന്നെ അവരുടെ പ്രശ്നം മാറി. എത്രയോ സ്ത്രീകൾ ഇപ്പം എനിക്ക് കാലിക്കറ്റിലൊക്കെ എനിക്ക് വളരെ ഇപ്പം അവരെൻ്റെ വളരെ ഫാമിലിയായി മാറിയവരുണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ പോസ്റ്റിലൊക്കെ എനിക്ക് ഒരു അമ്മ എത്രയോ വർഷങ്ങളായിട്ട് അവർ പുറത്തിറങ്ങാറില്ല, മക്കളാണ് കുക്ക് ചെയ്യുന്നതും, അവർ കംപ്ലീറ്റ്ലി ഡൗൺ ആയി. അപ്പോൾ അത് ഞാൻ ഷെയർ ചെയ്തിരുന്നു. അതിന് എത്രയോ ഇട്ട ദിവസം തന്നെ 1 ലക്ഷം ആൾക്കാരത് കണ്ടു. അപ്പം അതിനകത്ത് ആ കുട്ടികൾ 2 പെൺകുട്ടികൾ എന്നെ എത്രയോ ദൂരത്തുനിന്ന് കാണാൻ വന്നു. അതായത് അവരെ അമ്മ ഇപ്പോൾ പുറത്ത് പോകാൻ തുടങ്ങി, സിനിമ കാണാൻ തുടങ്ങി, അവരുടെ ലൈഫിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവന്നതിൻ്റെ സന്തോഷം ഈ ഡോക്ടർ ആരാണെന്ന് കാണാൻ വേണ്ടിയിട്ട് ആ കുട്ടികൾ എന്നെ കാണാൻ വന്നിരുന്നു. അപ്പം അതൊക്കെ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം അതൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ജീവിതം നമ്മൾ യോഗ കൊണ്ടും അതുപോലെ തന്നെ ആഹാര ക്രമീകരണങ്ങൾ കൊണ്ടും സപ്ലിമെൻറ്റ്സ് വേണ്ടടുത്ത് സപ്ലിമെൻറ്റ്സും വൈറ്റമിൻസും മിനറൽസും എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ 2 മാസം ആ സ്ത്രീയെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 3-ാം മാസം തൊട്ട് ആളോക്കെ. പിന്നെ ശരിക്കും പറഞ്ഞാൽ മരുന്നിൻ്റെ ഒന്നും ആവശ്യം. നമ്മൾ ഇതുവരെ പറഞ്ഞത് ഡയറ്റുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇതിലേക്ക് എങ്ങനെയാണ് യോഗ കടന്നു വരുന്നത്? ഇപ്പോൾ ഈ സ്ട്രെസ്സുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഗട്ട് റിലേറ്റഡ് വിഷയങ്ങളുള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ട് യോഗ പ്രാക്ടീസുകളുണ്ടോ? ഇപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ വണ്ണം കുറയ്ക്കാൻ അല്ലെങ്കിൽ വണ്ണം കൂട്ടാൻ ഇങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള യോഗ പ്രാക്ടീസുകളൊക്കെ ഉണ്ടോ? അതാണ് നമ്മളുടെ മെയിൻ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ യോഗാശ്രം എന്നാണല്ലോ എൻ്റെ ഡോക്ടർ അഖില വിനോദ് യോഗാശ്രം എന്ന് പറയുന്ന എൻ്റെ ബ്രാൻഡിങ് തന്നെ യോഗയിൽ കൂടുതൽ എംഫസൈസ് ചെയ്തുകൊണ്ടാണ്. അപ്പം ഞങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? ഇപ്പം യോഗ എന്ന് പറയുന്നത് 200 മണിക്കൂറുണ്ട്, 500 മണിക്കൂറുണ്ട്, 800 മണിക്കൂറിൻ്റെ യോഗ കോഴ്സുകളുണ്ട്. നമ്മൾ 5.5 വർഷത്തെ യോഗയാണ് പഠിക്കുന്നത്. ദാറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്. അപ്പം നമ്മളുടെ യുണീക്ക് USP എന്ന് പറയുന്നത് യോഗ ആസ് എ തെറാപ്പിയാണ്.
ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന പോലെ തന്നെ യോഗ ആസ് എ തെറാപ്പിയാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? 1-to-1 സെഷനിലൂടെ കസ്റ്റമൈസ് ചെയ്ത് ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുടെ പ്രശ്നം മനസ്സിലാക്കി. ഇപ്പോൾ ഒത്തിരി പേരോട് ഈ കഴിഞ്ഞ ദിവസം എന്നെ ഞാനിപ്പോൾ ലുലുലും അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ ഡോക്ടറെ എനിക്ക് L4ഉം L5ഉം S1 ഒക്കെ പോയി കിടക്കുമായിരുന്നു. ഡോക്ടറിൻ്റെ സൂര്യനമസ്കാരമാണ് ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും. ഞാൻ പറഞ്ഞു ദയവ് ചെയ്ത് എൻ്റെ സൂര്യനമസ്കാരം ചെയ്യരുത്, കാരണം നിങ്ങളുടെ ആ പ്രോബ്ലത്തിനുള്ളതല്ല അത്. ഞാൻ ഡിസ്ക്ലെയിമറും കൂടി പറഞ്ഞിട്ടാണ്. ഇപ്പോൾ നടുവേദനയ്ക്ക് എല്ലാം ചെയ്യാൻ പാടില്ല. അപ്പം ഞാൻ അവരോട് പറയും, ഒരു ദിവസമെങ്കിലും അങ്ങോട്ട് വന്നിട്ട് എൻ്റെ ജൂനിയർ ഡോക്ടർ നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിച്ച് തരും. നിങ്ങൾ ഈ L4 L5 ബൾജുള്ള സമയത്ത് നിങ്ങൾ സൂര്യനമസ്കാരം ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ആസിഡ് റിഫ്ലക്സിൻ്റെ വാൽവ് ലൂസായിട്ടിരിക്കുന്നവർ ഒത്തിരി ഫോർവേഡും ബാക്കും ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാൽവിനെ ആക്ച്വലി വീണ്ടും ട്രിഗർ ചെയ്ത് പ്രശ്നം വഷളാവുകയോ ചെയ്യാം. ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ട് എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരെ എനിക്ക് രക്ഷിക്കാൻ പറ്റും. യോഗ ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ആസ് എ യോഗ തെറാപ്പിസ്റ്റ് ഞാൻ സമൂഹത്തിന് കൊടുക്കേണ്ട സന്ദേശം എന്താണ്? വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു എന്നുള്ളതാണ്. എല്ലാം കൊണ്ട് യോഗ മാറുമെന്ന് ഞാൻ പറയാൻ പാടില്ല. അതായത് എന്തൊക്കെ കാര്യങ്ങളിൽ ഇൻഡിക്കേറ്റഡ് ആണ്, എന്തൊക്കെ കാര്യത്തിലേക്ക് അത് നോട്ട് ഇൻഡിക്കേറ്റഡ് ആണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം എനിക്കുണ്ട്.